ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഉടുമ്പ് എന്നറിയപ്പെടുന്ന ഉരകത്തെ പറ്റിയാണ്. ബനാനാസ് എന്ന ജനസിൽപ്പെട്ട ഉരകങ്ങളാണ് ഉടുമ്പ് എന്നറിയപ്പെടുന്നത്. ഉടുമ്പിൻ്റെ ശരീരത്തിന് വലിയ കഴുത്ത്, ബലമുള്ള വാൽ, നഖങ്ങളും ബലമേറിയ വിരലുകളും ഉപയോഗിച്ച് എവിടെയും പിടിച്ചു കയറാനും ബലമായി പിടിച്ചിരിക്കാനുമുള്ള കഴിവുകൾ എന്നിവയൊക്കെയുണ്ട്. കേരളത്തിൽ ഒരു തരം ഉടുമ്പ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതിൻ്റെ കുഞ്ഞിനെ വിളിക്കുന്നത് കുഞ്ഞുടുമ്പ് എന്നാണ്. വംശനാശം സംഭവിച്ച ഭീമൻ ഉരകങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇവ പലയിടത്തും സംരക്ഷിച്ചു വരുന്നു. ഈ ഉടുമ്പുകളെ മോണിറ്റർ എന്ന പേരിലും അറിയപ്പെടുന്നു. അതിന് കാരണം മുതലമുട്ട ഉടുമ്പിൻ്റെ ഏറ്റവും ഇഷ്ടഭോജികളിൽ ഒന്നാണ്. അതിനാൽ ഈ ഉടുമ്പുകൾ മുതലമുട്ടുകൾ തിരിഞ്ഞു പോകാറുണ്ട്. അതിനാലാണ് മുതലുള്ള സ്ഥലങ്ങളിൽ ഇവയെ അപായ നിരീക്ഷിക്കാനായി കാണപ്പെടുന്നത്. ഉടുമ്പുകൾ പൊതുവെ മാംസവും കാണും. ഉടുമ്പിനെ നായയെപ്പോലെ ഇണക്കി വളർത്താറുണ്ട്. അപ്പോഴൊക്കെ ഉടുമ്പിന് ഭക്ഷണമായി കൊടുക്കുന്നത് കോഴിമുട്ടയും മീനുകളും ഇറച്ചി കഷ്ണങ്ങളുമാണ്. കള്ളന്മാർ ഉടുമ്പുകളെ ഇണക്കി വളർത്തുന്നതായി കരുതുന്നു. വൻ ചുമരുകളിൽ ഉടുമ്പിനെ എറിഞ്ഞു പിടിപ്പിച്ച് അതിൻ്റെ അരിയിൽ കെട്ടിയ കയറിൽ പിടിച്ച് മുകളിൽ കയറുമായിരുന്നു. കൊമേഡോ ഡ്രാഗൺ എന്ന ഭീമൻ പല്ലി ഉടുമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട ഒന്നാണ്. വന്യജീവി സംരക്ഷണ പ്രകാരം ഉടുമ്പിനെ പിടിക്കുവാനോ കടത്തുവാനോ വേട്ടയാടുവാനോ കൈവശം വയ്ക്കുവാനോ പാടുള്ളതല്ല. ഉടുമ്പുകളെ സാധാരണയായി കാണപ്പെടുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ കാടുകളിലും പാറപ്രദേശങ്ങളിലും കൃഷിഭൂമികളിലും കാണാം. ഉടുമ്പുകൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ്. ചില ഇനങ്ങൾ ഭൂമിയിലും ചിലത് മരത്തിലും മറ്റ് ചില വെള്ളത്തിനടുത്തും ജീവിക്കുന്നു. പകൽ സമയത്തും ഇവർ വളരെ സജീവമാണ്. ഉടുമ്പ് ഒരു മാംസഭോജിയാണ്. ചെറുപാമ്പുകൾ, പല്ലികൾ, മുട്ടകൾ, കീടങ്ങൾ, ചെറുപക്ഷികൾ, ചിലപ്പോൾ ചെറുമുയലുകൾ, അണലികൾ എന്നിവ ആഹാരമാകുന്നു. പകൽ സമയത്ത് ചൂട് ഇഷ്ടപ്പെടുന്നതിനാൽ സൂര്യപ്രകാശത്തിൽ ഇരിക്കാറുണ്ട്. ഇവർക്ക് ഭീഷണി നേരിടുമ്പോൾ വാൽ കൊണ്ട് ശക്തമായി അടിക്കാനും പാറക്കുട്ടികളിൽ മറഞ്ഞിരിക്കാനും കഴിയുന്നു. മികവുറ്റ കയറാൻ ഉപയോഗിക്കുന്ന നഖങ്ങൾ ഇവയ്ക്കുണ്ട്. നാവിൻ്റെ സഹായത്തോടെ പരിസരത്തിലെ വാസന ഉടുമ്പുകൾ തിരിച്ചറിയുന്നു. ഇവയുടെ പ്രജനനകാലം വേനൽക്കാലമാണ്. പെണ്ണുടുമ്പ് മണ്ണിൽ കുഴിയുണ്ടാക്കി 10 തൊട്ട് 30 മുട്ടകൾ വരെ ഇടുന്നു. മുട്ടകൾ മണ്ണിൽ അല്ലെങ്കിൽ ചിതലിൽ സൂക്ഷിച്ച് വിരിയാൻ 6-8 ആഴ്ച എടുക്കുന്നു. കുഞ്ഞുടുമ്പുകൾ വിരിഞ്ഞപ്പോൾ തന്നെ സ്വയം ജീവിക്കാൻ കഴിയും. ഉടുമ്പിൻ്റെ ശത്രുക്കൾ പാമ്പുകൾ, കഴുകൻ, പക്ഷികൾ, മനുഷ്യർ, വേട്ടയാടൽ കാരണം എന്നിവയൊക്കെയാണ്. മനുഷ്യർ പലപ്പോഴും ഉടുമ്പിൻ്റെ തോലിനും മാംസത്തിനുമായാണ് അവ വേട്ടയാടുന്നത്. ഉടുമ്പിൻ്റെ ശരാശരി ആയുസ് 15 മുതൽ 20 വർഷം വരെയാണ്. വാർത്ത സാഹചര്യങ്ങളിൽ 25 വർഷം വരെ ഉടുമ്പുകൾ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.